Hi guys, welcome to our channel. Now we are headed to Al Emirat Park, and my mom saw on Instagram that in Al Emirat Park there are animals such as sheep and camels. So we are headed there, and now this is Kunyus, and he's crying for some reason. See, Kunya. intro തരുന്നുണ്ട് കേട്ടാ കുഞ്ഞിയുടെ വക. Yeah, and yeah, that's it. We're giving it to my parents. Okay. Okay. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നത്തെ ഇൻട്രോ ജോക്കുട്ടനാണ്ടോ ചെയ്യണേ. കാരണം ഞാൻ വണ്ടി ഓടിക്കണതുകൊണ്ട് എനിക്ക് അതിനെ നിർത്തി ഇൻട്രോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ജോക്കുട്ടനെ ഏൽപ്പിച്ചു. അപ്പൊ ജോക്കുട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങള് ഇവിടെ ഒരു പാർക്കിലേക്കാണ് പോണേ. അവിടെ കുറച്ച് അനിമൽസും പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു നൈറ്റ് ട്രിപ്പ്. ഇപ്പം ഏകദേശം ഇവിടെ 6 മണിയൊക്കെ ആയി, 6:15. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് പോകാൻ കാരണം വീട്ടിൽ സമാധാനം, സന്തോഷം ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് പുറത്ത് പോകണം. ഇല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മോന്ത ഇങ്ങനെ എന്താ പറയാ വീർപ്പിച്ചിരിക്കണ്ടാവും, നമുക്കൊരു സ്വസ്ഥത കിട്ടില്ല. ശരിയല്ലേ? കല്യാണം കഴിഞ്ഞൊരു പറയണുണ്ട്, ഇപ്പൊ ആണുങ്ങളൊക്കെ തല്ലുകൂടാൻ കഴിഞ്ഞാൽ കൂടി വന്നൊരു 5 മിനിറ്റ് ഒക്കെയാണ് പിണങ്ങിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ചു നേരം. പക്ഷെ വീട്ടിലെ പെണ്ണാണ് ദേഷ്യപ്പെട്ടിരിക്കണെന്നുണ്ടെങ്കിൽ പിന്നെ അവളുടെ മോന്ത ഒന്ന് തെളിയണമെങ്കിൽ മറ്റേ എന്താ പറയാ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിയിരിക്കണ്ടാവും, ഒന്നും മിണ്ടൂല്ല. നമ്മൾക്ക് ഏറ്റവും ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവര് മോന്ത വീർപ്പിച്ചിരിക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ പെണ്ണുങ്ങളാണ് ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ അപ്പൻ, അമ്മ, അല്ല മീൻസ് നമ്മുടെയൊക്കെ പേരൻസ് അല്ലെങ്കിൽ മക്കള്, നമ്മള് എല്ലാവർക്കും അത് എഫക്റ്റഡ് ആയിരിക്കും. പക്ഷെ ആണുങ്ങളാന്ന് കഴിഞ്ഞാൽ ആർക്കും എഫക്റ്റഡ് ഉണ്ടാവില്ല, അതൊരു 5 മിനിറ്റ് കൊണ്ട് തീർന്നു. പെണ്ണുങ്ങളാന്ന് കഴിഞ്ഞാൽ എല്ലാവരും അത് എഫക്റ്റ് ചെയ്യും. അപ്പൊ വീട്ടില് സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ഹാപ്പിനെസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ല, സത്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ പോണതാണ് കേട്ടോ. 2 ദിവസമായി പറയണേ പോവാന്ന്. സമയമില്ലാത്തോണ്ട് ഇങ്ങനെ നീണ്ടു പോയി. ഉറക്കം ശരിയാണ്, ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും. കാരണം നമുക്ക് 5 ദിവസം നല്ല പണിയാണ്. അപ്പൊ ബാക്കി 2 ദിവസം ഓഫ് കിട്ടുമ്പോ നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും. 4-5 മണിക്കൂർ ഒന്നും ഉറങ്ങാറില്ല. എനിക്ക് ഉറക്കം ഭയങ്കര കൂടുതലുള്ള ഒരാളാണ്. എന്ന് വെച്ച് ഞാൻ ഒരു മടിയിലൊന്നല്ല, എല്ലായിടത്തേക്കും പോവാറുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാലോ വീഡിയോസിലൊക്കെ. പിന്നെ അപ്പൊ പറയാനുള്ളത്, പെണ്ണുങ്ങളെ ഹാപ്പി ആക്കി വെക്കുക എപ്പോഴും. അതായിരിക്കും നമുക്കൊക്കെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഒരുപാട് പെണ്ണുങ്ങളെ അബ്യൂസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ഇപ്പൊ ഇന്നും കൂടിയും കേട്ടായിരുന്നു ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തത്. അപ്പൊ പെണ്ണുങ്ങളൊന്നും അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടം മാറി, എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഭർത്താക്കന്മാര് ഒരുപാട് ഉപദ്രവിക്കണവരൊക്കെ എന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാലം മാറിയത് അറിഞ്ഞ് ജീവിക്കാൻ നോക്കാം. ഇപ്പൊ ആണുങ്ങളോടായാലും പറയാനുള്ള ഒരു പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നതോ പെണ്ണുങ്ങളുടെ മേത്ത് കൈ വയ്ക്കുന്നതോ ഒന്നും വലിയ ആണത്തായിട്ടൊന്നും കാണണ്ട. ഒരു പെണ്ണിട്ടിട്ട് പോയി കഴിഞ്ഞാൽ തീരാവുന്നതുള്ളൂ ഏതൊരു കൊലകൊമ്പന്റെയും കാര്യം. കാരണം ആണുങ്ങൾ ഫിസിക്കലി ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ മെന്റലി എപ്പോഴും ആണുങ്ങൾ വീക്കായിരിക്കും. അല്ലേ? ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെക്കാളൊക്കെ ആണുങ്ങളെക്കാളൊക്കെ ഒരുപാട് മെന്റലി സ്ട്രോങ് ആണ് പെണ്ണുങ്ങൾ. പക്ഷെ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി സ്ട്രോങ് അല്ല, അവർ ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് വിഷമം, ഈവൻ ഒരു പെണ്ണ് പോയിട്ട് ഇപ്പൊ നമുക്ക് കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഭാര്യ നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. അങ്ങനെയാണ് ഞാൻ കണ്ടത് ഒട്ടുമിക്ക ഇതിലും. പക്ഷെ പെണ്ണുങ്ങൾ അപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്തിനാ പെണ്ണുങ്ങളെ ഉപദ്രവിക്കണം? നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ദേഷ്യം വരും, തല്ലുകൂടും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കുറച്ച് നേരത്തേക്ക് ആക്കാം. വെറുതെ ഇപ്പൊ അടുപ്പിച്ച് ഇപ്പൊ കുറേ കാണുന്നു പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, തല്ലി ആണുങ്ങൾ തല്ലുന്നു, ഇത് ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അങ്ങനെ നിൽക്കുന്ന പെണ്ണുങ്ങളോട് ഒറ്റ ഇതുള്ളൂ, ഇട്ടിട്ട് പോവാ. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പോവാ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, ഹാപ്പി ആയിട്ട് നിൽക്കുക. കുറച്ചാളാകെ നിന്ന് കഴിയുമ്പോൾ തന്നെ ഒതുങ്ങിക്കോളും, പത്തിയൊക്കെ ഒതുക്കിക്കോളും. അപ്പൊ വീണ്ടും നിൽക്കാം. ഓക്കെ? അപ്പൊ ബാക്കി കാര്യങ്ങൾ ഇതൊന്നും വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ഞാനതിങ്ങനെ വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ.
നമ്മളപ്പോ ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ചുകൂടി പറ. വർത്താനപ്രിയനെ വർത്താനം പറ ചേട്ടന് പറഞ്ഞു പോയി ആ വഴി ബാക്കി വർത്താനം പറ. അങ്ങനൊക്കെ വന്നോ? ആ എന്നിട്ട് ചേട്ടൻ എന്ത് ചെയ്തു? അങ്ങനെ ഫൈനലി ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മൾ കാണേണ്ടത് സൺസെറ്റ് ആണ്. അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടെ. അതിക്ക് മുന്നേ കുഞ്ഞിയുടെ വണ്ടി അങ്ങ് എടുക്കണം, കാരണം പാർക്കാണ്, അത്രയും വലിയ പാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ കുഞ്ഞിയുടെ സ്ട്രോളറും കൂടി അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സ്ട്രോളർ എടുത്താലും വലിയ കാര്യമൊന്നുമില്ല, അത്ര നേരം ഇരിക്കൊന്നുമില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും അമ്മാന്ന് വിളിച്ചു തുടങ്ങും. അപ്പോൾ പിന്നെ അവൻ എടുത്തേ പറ്റൂ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരാൾക്ക് ചാർജ് വരുന്നത് 10 ദിർഹംസ് ആണ് കേട്ടോ. ഞങ്ങളുടെ ഇന്ന് ടോട്ടൽ 30 ദിർഹംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിൻ്റെ ഉള്ളിൽ എൻട്രി ആയപ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നടന്നതാ നമ്മുടെ ട്രെയിൻ കിടക്കണം. ആ ട്രെയിനിൽ കയറാനായിട്ട് ജോബൂട്ടനും. ഈ ട്രെയിനിൽ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ചാർജ് വരുന്നത് 15 ദിർഹംസ് ആണ് കേട്ടോ. അപ്പോൾ ജോബൂട്ടനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകൂല. പിന്നെ ഈ 15 ദിർഹംസ് കൊടുത്തിട്ട് പാർക്കിൽ ചുറ്റും കറങ്ങാന്നേ ഉള്ളൂ. നീ പണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ജോബൂട്ട? പിന്നെ അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മുടെ പാർക്കിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇങ്ങനെയാണോ ഓടാ കുഞ്ഞ? കുഞ്ഞ എങ്ങനെ ഓടാ? ചേട്ടൻ എങ്ങനെ പഠിപ്പിച്ചു തന്നെയാണ് കുഞ്ഞിക്ക്? കുഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ ഈ പൂച്ച, പട്ടി ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാമലുണ്ട്, ഹോഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ അനിമൽസിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ ക്യാമലിനെ കണ്ടുകൊണ്ടിരിക്കാത്ത എൻ്റെ കുഞ്ഞി. എന്താ കുഞ്ഞതെന്താ ഈ ക്യാമൽ? ക്യാമൽ അതന്നെ നീ കുഞ്ഞിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. കുഞ്ഞാതെ ആടുമ്പോ വിളിക്കുന്നു. കുഞ്ഞാ മൃഗങ്ങളെ പേടിയില്ല, മനുഷ്യരെ ഭയങ്കര പേടിയില്ല. മൃഗങ്ങളുടെ ഏതടുത്തേക്കും പൊക്കോളൂ. മനുഷ്യരെയാണ് പേടിക്കേണ്ടത് ശരിക്കും. അപ്പന് ഒരു വട്ടം കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. അതിന്റെ പല്ലിൽ എന്തുണ്ടല്ലേ വായയില്? അറ്റത്തേന്റെ അത് ചിരിക്കണോ? അത് ചെയ്യണ ഇതെങ്ങനെ കടിക്കണേ? ഇല്ല. പുറത്തേക്ക് ചാടാൻ നോക്കണം. ഡോണ്ടു അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ഫ്രീഡം ഇതിന്റെ ഉള്ളിൽ കാലത്ത്
അതുപോലെ തന്നെ ഇവിടെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവർ ചാർജ് മേടിക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. എങ്കിൽ 15 dirhams ആണെന്ന് തോന്നുന്നു മേടിക്കണം കേട്ടോ. എത്ര മിനിറ്റാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾ റൈഡ് ചെയ്തില്ല. കാര്യമില്ല. കാരണം ഇതിക്ക് മുന്നൊക്കെ നമ്മൾ നാട്ടിൽ പോയപ്പോഴും ഇവിടെ അബുദാബി സൂവിലൊക്കെ പോയപ്പോഴും നമ്മൾ ഹോഴ്സ് റൈഡ് ആയാലും ക്യാമൽ റൈഡും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പം ചൂടത്ത് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇനി മേലാക്കാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കെട്ടിയൻ. ആ ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനി എവിടേക്കും പോകാൻ പറ്റില്ല, കാരണം നടക്കില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ തണുപ്പ് സമയത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. റാബിറ്റ് കടിക്കുന്നില്ല. ഇല്ലടാ. എന്തേ അതിന്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. അപ്പനും മക്കളും കൂടിയിട്ട് കുറേ നേരം ഇവിടെയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ മാത്രം ഒരു ആശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു. കാരണം വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. 10 dirhams ടിക്കറ്റിന്. അതിനുള്ള മുതലുണ്ട് എന്തായാലും. കാരണം അത്യാവശ്യം കുറച്ച് എനിമൽസ് ഉണ്ട്, പിന്നെ നടക്കാൻ ഒരുപാടുണ്ട്, പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങളുണ്ട്, പിന്നെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാർക്കാണ് കേട്ടോ. പിന്നെ ഈ ചൂട് കാലത്തുള്ളൊരു പ്രശ്നം, ചൂട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നമുള്ളത്. പക്ഷേ ഈ നേരത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ 7:30 എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ കാറ്റുണ്ട്, ഒരു കുറുക്കല്ലേ നമുക്ക് ചൂട്. അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പോൾ വരുന്നവര് എന്തായാലും വരാം. പറ്റാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ തണുപ്പൊക്കെ തുടങ്ങുന്ന ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു. ഓക്കെ, കുതിരേനെ കണ്ടോ? കുതിരേനൊക്കെ കാണിച്ചു. കുതിരയുണ്ട്, ക്യാമലുണ്ട്, പിന്നെ ഇവിടുത്തെ ഒരു ആട് പോലത്തെ സംഭവമുണ്ട്. ആട് പോലത്തെ സംഭവം മറ്റേ ആടിനെ ഉണ്ട്, അതല്ലാതെ വേറൊരു സാധനം കണ്ടില്ല. ഇവരുടെ എന്തോ ആട് തന്നെ. ആട് തന്നെ, ആട്. പൂച്ച ഉള്ളിൽ കയറിയിട്ട് ഒരു മിനിറ്റ് നിന്ന് ഇറങ്ങി 10 രൂപയുടെ അല്ലടാ, നിനക്ക് 20 രൂപയുടെ ഷേക്ക്. അങ്ങനെ നടന്ന് നമ്മൾ എത്തിയത് വലിയൊരു പ്ലേ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. അവിടെ ഫുട്ബോൾ കളിക്കാം. പിന്നെ നമ്മൾ ചെല്ലണ സമയത്ത് അവിടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. ഇത് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിനുള്ള പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, നല്ല ഏരിയ ആണ് കേട്ടോ. ഇത് ഈ കാണുന്ന സംഭവം, ഇതിന് മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. 2nd ഫ്ലോർ വരെ ഉള്ളൂ കേട്ടോ ഈ സംഭവം. ഇതിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പോയി. പക്ഷേ എന്താ പറയുക, സ്റ്റെപ്പ് കയറാനൊന്നും നമുക്ക് ഒരു ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് പിടിച്ച് മുകളിൽ എത്തിയതിന് ശേഷം നമ്മുടെ കയ്യും കാലൊക്കെ വിറയ്ക്കാന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എനിക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ ഹൈറ്റ്. എനിക്ക് മാത്രമല്ല കേട്ടോ, ചേട്ടന് നല്ല പേടിയുണ്ട് ഹൈറ്റ്. അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കാണാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ നമ്മളെ മുകളിലേക്ക് വിട്ടത് തന്നെ. പക്ഷെ എനിക്ക് വലിയ വ്യൂ ഒന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയൊന്നുമില്ല. ഫോബിയ ഉള്ളതുകൊണ്ട് ചെറിയൊരു പേടിന്നല്ല, ഒരു ഉൾഭയം പോലെ ഉണ്ടാവില്ലേ, ആ ഒരു അന്ന് എന്തെങ്കിലും ആവട്ടെ. ഇത്രയും ഹൈറ്റ് എത്രയില് സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മള് ലിഫ്റ്റ് പിടിച്ചു. ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, പക്ഷേ നടക്കില്ല, ഭയങ്കര ചൂട്, പിന്നെ പേടി, അത് വേറെ കാര്യം. ഞാൻ കാണിച്ചു തരാം. പക്ഷെ മൈ ഹാൻഡ് കൈയൊക്കെ എനിക്ക് ഇതാവണം. ഇത്രയും ഹൈറ്റ് ഉണ്ട്. ചോട്ടാ തൊടല, എൻ്റെ ഫോൺ പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. പോവാം.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ തിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ തണുപ്പ് സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്കാണ് കേട്ടോ. നമ്മളിവിടെ 4 കൊല്ലമായി ഇവിടെ നിന്നിട്ട്, പക്ഷെ ഈ ഒരു പാർക്കിന്റെ കാര്യം ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്നാണ് ഞാൻ ഈ പാർക്കിനെ പറ്റിയിട്ട് അറിഞ്ഞത് തന്നെ. അപ്പോൾ തൊട്ട് ഞാൻ പറയുന്നതാണ് പോവാന്നുള്ളത്. കാരണം കുഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ആനിമൽസിനൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ ജോക്കുട്ടിൻ്റെ വെക്കേഷനും കൂടിയല്ലേ, അപ്പോൾ അവന് ഒരു എൻജോയ്മെൻറ്റ്. അങ്ങനെ ഇവിടെ കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിശക്കുന്നവർക്ക് വേണമെന്ന് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടുന്ന് വിട പറഞ്ഞു. ചിലപ്പോൾ തണുപ്പ് സമയത്ത് വീണ്ടും വരും എന്ന് പ്രതീക്ഷയോടെ. ഇതാണ് സെന്റ് ജോസഫ് ചർച്ച്. റൈറ്റ് സൈഡിലാണ്. മലയാളികളൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ മലയാളം കുർബാന ഉണ്ടാവാൻ വഴിയുണ്ട്, ഇംഗ്ലീഷുകാരും ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് കുർബാന അറിയാം. ഇത് വേണ്ട സെന്റ് ജോസഫ് കത്തീഡ്രൽ. ഇവിടെയാണ് നമ്മൾ പണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ മുസ്തഫയ്ക്ക് മാറിയപ്പോൾ ഞങ്ങളിപ്പോൾ മുസ്തഫയിൽ സെന്റ് പോൾസ് ചർച്ച് ഇടവകളാണ്. പിന്നെ ഇത് ജോക്കുട്ടനുണ്ട് അവിടെ കാറ്റസ് ഒക്കെ പഠിക്കുന്നത് സെന്റ് പോൾസിലാണ്. പിന്നെ ഇതാണ് UAE ഒരേ ഒരു പള്ളി. ഇതൊന്നും വേൾഡിലും അങ്ങനെ അറിയില്ല. മുസ്ലിം മോസ്ക്, ഒരു ക്രിസ്ത്യൻ നെയിമിൽ. ഇതാണ് മേരി ദ മദർ ഓഫ് ജീസസ് എന്ന് പറഞ്ഞ മോസ്ക് കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ ബർഗർ കിങ്ങിൽ നിന്ന് ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടാ. ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ വ്ളോഗ്. ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ ഫാസ്റ്റ് ഫുഡ് മേടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ ബൈ.